ഗഫൂർ കാ ദോസ്ത് എന്ന് പറയുന്ന ഫേമസ് ഡയലോഗോട് കൂടിയിട്ട് നമുക്കോയ മലയാള സിനിമയിലേക്ക് ഒരു തീ പടരുന്നത് പോലെ അങ്ങോട്ട് പടർന്നു. പണ്ട് എനിക്ക് ഇതുപോലെ തോന്നിയ ഒരു ആക്ടർ തിലകൻ ചേട്ടനായിരുന്നു. പണ്ട് അടൂർ ബാസിയും ബഹദൂറും ഉണ്ടായിരുന്നത് പോലെ ഇന്നസെൻ്റ് ചേട്ടനും മാമുക്കോയും ഒരു ടീമായിട്ട് മലയാള സിനിമയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ, NP മുഹമ്മദ്, MP വാസുദേവൻ നായരൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ സുഹൃത്തുക്കൾ. ഇപ്പോൾ തമിഴിൽ നിന്നൊക്കെ വലിയ നടീനടന്മാരൊക്കെ മലയാളത്തിലേക്ക് വരുമ്പോൾ മാമുക്ക അഭിനയിക്കുന്നത് കണ്ടിട്ട് അന്തം വിട്ട് നോക്കിയിരുന്നുണ്ട്. ഇതെങ്ങനെ ഇത്ര നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അത്ഭുതത്തോടുകൂടി നോക്കിയെന്ന്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ സത്യനന്ദിക്കാട് സാറിൻ്റെ സിനിമകൾ ഇറങ്ങുന്ന ഒരു പടങ്ങളും നമ്മൾ വിടാതെ കാണും. എല്ലാ സിനിമകളും പ്രത്യേകിച്ച് സത്യേട്ടനും ശ്രീനിയേട്ടനുമായിട്ടുള്ള കോമ്പിനേഷനിൽ ശ്രീനിയേട്ടൻ തന്നെ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. അതായത് സത്യേട്ടനെ അങ്ങനെ ഒരു അത്ഭുത ജീവിയെ കാണുന്നത് പോലെ ശ്രീനിയേട്ടൻ തന്നെ നോക്കി തന്നിട്ടുണ്ട്. തുടർച്ചയായിട്ട് 10 സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റാണ്. ഏത് ചെയ്താലും ആ പടങ്ങളൊക്കെ ഹിറ്റാണ്. ഇവർ ഒരുമിച്ചുള്ള പടങ്ങളും അതിന് അല്ലാതെ ചെയ്യുന്ന പടങ്ങളും. നമുക്ക് തന്നെ എനിക്ക് ഓർമ്മയുള്ളൊരു കാലത്ത് TP ബാലഗോപാലിൻ്റെ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ്, അങ്ങനെ തുടർച്ചയായിട്ട് ഇവരുടെ കോമ്പിനേഷനിൽ സിനിമ. ഒരു വർഷം 3 സിനിമയൊക്കെ ഇവരുടെ കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട്. മോഹൻലാൽ, ശ്രീനിവാസൻ ആൻഡ് സത്യനന്ദിക്കാട്. അപ്പോൾ അങ്ങനെ സത്യേട്ടൻ്റെ എല്ലാ സിനിമകളും ഒഴിവാക്കാതെ എല്ലാ സിനിമകളും ആദ്യ ദിവസം തന്നെ കണ്ടുകൊണ്ടിരുന്നൊരു കാലത്താണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. അപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ ആ സിനിമയിൽ ഒരാൾ ലാലേട്ടൻ്റെ റൂംമേറ്റ്സായിട്ട് സാധാരണ ഈ അവസരം ചോദിച്ച് വരുന്ന ചെറുപ്പക്കാരെ പിടിച്ച് അവർക്ക് കൊടുക്കുന്ന റോളാണ് ഈ നായകൻ്റെ കൂട്ടുകാരുടെ റോള്. എന്തെങ്കിലും 1-2 ഡയലോഗ് 3-4 സീനും ഉണ്ടാവും. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ചാൻസ് ചോദിക്കുന്ന ആളുകളെ ആ റോളിലാണ് ഒതുക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് ഈ സിനിമ നായകനാവാൻ വേണ്ടി റെഡിയായിട്ട് വരുന്ന പിള്ളേർ ആ നായകന്മാരുടെ സ്റ്റൈലിൽ ഒക്കെ ഉള്ള ഹെയർ സ്റ്റൈലും മീശയും പൗഡറൊക്കെ ഇട്ടിട്ട് വരുന്ന ആൾക്കാരാണ് സാധാരണ ഈ നായകൻ്റെ കൂട്ടുകാരായിട്ട് വരിക. പക്ഷെ ആ സിനിമയിൽ കോഴിക്കോട് അഗസ്റ്റിൻ ചേട്ടനാണ് ഒരു കൂട്ടുകാരൻ. വളരെ സാധാരണക്കാരനെ പോലെ തോന്നുന്ന ഒരാൾ. കൂടെ ഒരാൾ, അയാളെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. അത്രയും സ്വാഭാവികമായിട്ട് അയാൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുക. പക്ഷെ അത്രയും സ്വാഭാവികമായിട്ട് അഭിനയിക്കുകയാണെന്നേ തോന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാലേട്ടൻ താമസിക്കുന്ന ആ റൂമിൽ ഓൾറെഡി താമസിക്കുന്ന ഒരാൾ. അപ്പോൾ അവരവിടെ ഷൂട്ട് ചെയ്തപ്പോൾ ആ റൂമിൽ ഷൂട്ട് ചെയ്യാൻ ചോദിച്ചപ്പോൾ എന്നാൽ ഇയാൾ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അയാളതിൽ സിനിമയിൽ പെട്ടുപോയതാണ്, അറിയാതെ പെട്ടുപോയതാണെന്ന് വിചാരിക്കുന്ന രീതിയിൽ അഭിനയിക്കുന്ന ഒരാൾ. വിചിത്രമായൊരു മുഖവും പല്ലും ഒക്കെ ആയിട്ട് ഭയങ്കര കോഴിക്കോടൻ സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരാൾ. അഭിനയത്തിൻ്റെ ഒരു സ്ട്രെയിനും ഫീൽ ചെയ്യാത്ത വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരാൾ. ഓൻ കുറച്ച് തിരക്കിലാ. ഓൻ അവിടുത്തെ തേങ്ങ അടുക്കളപ്പണി ഫോനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. വാടക ഏതായാലും തരില്ലാന്ന്. അതിനെങ്ങനെങ്കിലും മുതലാട്ടെ. മോക്ക് എന്ത് വേണം നമ്മളോട് പറഞ്ഞോളി. നിന്റെ ആ പുഴുങ്ങിയ ചിരിയുണ്ടല്ലോ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് നമ്മൾ പിടിക്കുന്ന കാര്യം കുത്തിട്ട് കുറച്ച് ചിരിച്ചേരട്ടെ. എന്തായാലും അങ്ങനെ ചിരിച്ചു കൊടുക്കാം. മതി. എന്ത് തീരുമാനിച്ച്? അലിക്കാട്ടെ കുളി കഴിഞ്ഞ നമ്മളെ കുളി കഴിഞ്ഞ് നിങ്ങളെന്ത് തീരുമാനിച്ച്? എന്ത്? അത് ശരി. എടാ പവിത്ര. പണ്ട് എനിക്ക് ഇതുപോലെ തോന്നിയ ഒരു ആക്ടർ തിലകൻ ചേട്ടനായിരുന്നു. തിലകൻ ചേട്ടൻ്റെ കോലങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ കാണുമ്പോൾ അതവിടെയുള്ള ഏതോ ഒരു കുഴപ്പം പിടിച്ച ഒരാൾ, ശരിക്കുള്ള ഒരാൾ, അയാളൊരു നടനാണെന്നേ തോന്നിയില്ല. എന്താണ് ആ ഗോപാല പറഞ്ഞ സമയത്ത് കൊടുക്കാത്തത്? നാളെ രാവിലെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്ന് പോവാണ് കേട്ടോ. ഇതാടാ ചന്തമരത്തിന്റെ മോള്. എന്നാളെ ഞാൻ പറഞ്ഞില്ലേ, നീ ഇത്രയും നാളായിട്ട് ഇതിനു വേണ്ടി വല്ലതും ചെയ്തു. നീ ഏറ്റല്ലോ മതി പോയി പറഞ്ഞ. അതുപോലെ ശ്രീനിയേട്ടനെ തോന്നിയിട്ടുണ്ട്. യവനികയിൽ ബുക്കിംഗ് ക്ലർക്കായിട്ട്, നാടക സംഘത്തിലെ ബുക്കിംഗ് ക്ലർക്കായിട്ട് ശ്രീനിയേട്ടനുണ്ട്. അത് ഒരു നാടക
കമ്പനിയിൽ ഷൂട്ട് ചെയ്തപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ ഫോണൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ അതിലറിയാതെ സിനിമയിൽ പെട്ടുപോയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു സമിതിയിൽ നിന്ന് മറ്റൊരു സമിതിയിലേക്ക് ആളുകൾ പോകുന്നത് സാധാരണ സംഭവമാണ്. പക്ഷെ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം കാര്യം അങ്ങനെയല്ല. കാണാതായിട്ട് 2 ആഴ്ചയോളമായി. വക്കച്ചൻ ചേട്ടൻ കുഴയും. കൊണ്ടുപോയി വായിക്കി. താനെന്തൊരു ബോർനാടോ, പെണ്ണുങ്ങളെ പത്രം വായിക്കാൻ കൂടി സമ്മതിക്കല്ലേ? പുള്ളിക്കാരന് പോകാൻ അങ്ങനെ പിണക്കമൊന്നും വേണമെന്നില്ല. എവിടെ നിന്നെങ്കിലും കുറെ രൂപ കിട്ടി കാണും. എന്നാ ഒന്ന് സർക്കിറ്റ് അടിച്ചേക്കാമെന്ന് കരുതിയിരിക്കും. ഏതെങ്കിലും ഒരു പെണ്ണും കാണും. അതുപോലെ പിന്നെ തോന്നിയത് മാമുക്കേനാണ്. അപ്പൊ അത് ആ സിനിമ കഴിഞ്ഞ് ഇത് ആരാണ് ആള് എന്നുള്ളത് എല്ലാവരും അന്വേഷിച്ചു. അപ്പൊ ഇങ്ങനെ മാമുക്കോയ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ ചിലതൊക്കെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹം മരം അളക്കലാണ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. കല്ലായിലും കോഴിക്കോടും ഒക്കെ ഉള്ള മരമില്ലുകളിലും കല്ലായിലെ പുഴയുടെ തീരത്ത് വരുന്ന മരങ്ങളൊക്കെ അളക്കുന്ന ഒരു ആളാണ്. കണക്കിൽ ഭയങ്കര ഉസ്താദാണ്. അത് കഴിഞ്ഞ് നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമ വന്നു. അപ്പം അതിൽ ഗഫൂർ കാ ദോസ്ത് എന്ന് പറയുന്ന ആ ഫേമസ് ഡയലോഗോട് കൂടിയിട്ട് മാമുക്കോയ മലയാള സിനിമയിലേക്ക് ഒരു തീ പടരുന്നത് പോലെ അങ്ങോട്ട് പടർന്നു. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിടാം. അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും വഅലൈക്കും വഅലൈക്കും മുസ്സലാം മുസ്സലാം മതി. അപ്പോൾ ആ സമയത്ത് തന്നെ ഇന്നസെൻ്റ് ഏട്ടനും ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസകരമായി. പണ്ട് അടൂർ ബാസിയും ബഹദൂറും ഉണ്ടായിരുന്നത് പോലെ ഇന്നസെൻ്റ് ചേട്ടനും മാമുക്കോയും ഒരു ടീമായിട്ട് മലയാള സിനിമയിൽ വന്നു. അപ്പം ഇന്നസെൻ്റ് ഏട്ടനെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ മാമുക്കേനെയും ബുക്ക് ചെയ്യും, മാമുക്കേനെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇന്നസെൻ്റ് ഏട്ടനെയും ബുക്ക് ചെയ്യും. അവർ രണ്ടുപേരും പരസ്പരം ആലോചിച്ചിട്ടാണ് ഏത് സിനിമ ചെയ്യേണ്ടെന്നൊക്കെ തീരുമാനിക്കുക. അങ്ങനെ ഒരു കാലം. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ, കാറിയും കൊക്കൊക്കെ പോരെ. അല്ല, ആശാൻ പറഞ്ഞിട്ടല്ലേ മിണ്ടരുത്. പരശുരാമൻ കുടിച്ച അങ്ങനെയാ, എപ്പ എന്ത് പറയുന്ന ഒരു ഓർമ്മയും കാണില്ല. നാരിയൽ പാനിലാവോനാ. ഇതന്നെ മദ്യപാൻ തന്നെ. ക്യാ മദ്യപാൻ ഹേ? ഹാഫ് ബോട്ടൽ ക്യാ ഫുൾ ബോട്ടൽ? അതായത് മാക്ഡോവൽ വേണോ ഹണീബി വേണോ? ഞങ്ങൾ ഇവിടെ കമ്പനി മാക്ഡോവലാ. എന്താ ബാലകൃഷ്ണ? ഒന്നുമില്ല പത്താച്ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. ഇതൊരു മുസ്ലിം സബ്ജക്റ്റാണ്. ഒരു ചേഞ്ച്. കല്ലായിലെ മരവ്യാപാരിയായ അവറാൻ ഹാജിയാർക്ക് 3 ഭാര്യമാർ. എടോ, രാമായണം കട്ട് കള്ളക്കഥ ഉണ്ടാക്കണേക്കാളും വേണം തനിക്ക് തൂങ്ങി ചത്തുറോ കാഞ്ഞിര കുറ്റി. എന്താ ഉണ്ടായത്? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. നാടോടിക്കാറ്റ് കഴിഞ്ഞു പിന്നെ മലയാള സിനിമ മുഴുവൻ മാമുക്കായ തരംഗമായ സമയത്ത് ആണ് ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. ഇദ്ദേഹം മരം അളക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇദ്ദേഹം നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ, NP മുഹമ്മദ്, MP വാസുദേവൻ നായരൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ അന്നത്തെ സുഹൃത്തുക്കൾ. പിന്നെ നാടകങ്ങളിലൊക്കെ അന്നേ അഭിനയിക്കും. അപ്പോൾ മാമുക്ക ഒരു 10ാം ക്ലാസ് താഴെ വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. പക്ഷെ മാമുക്കയായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാഹിത്യത്തെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചുള്ള ഒരു വിജ്ഞാനം നമ്മളെ അത്ഭുതപ്പെടുത്തും. അപ്പോൾ നമ്മൾ കമൽ സാറിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത പ്രാദേശിക വാർത്തകളിൽ നമുക്ക് ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് അതിലൊരു മുരുകൻ്റെ ഒരു സിനിമയ്ക്ക് പകരം ഒരു ബിറ്റ് സിനിമ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ കൊടുക്കുന്ന ഭക്തരതി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമുക്കുണ്ട്. അപ്പം അന്ന് മുതൽ എനിക്ക് ആ സിനിമ തൊട്ടിട്ട് തന്നെ നല്ല പരിചയവും ബന്ധമുണ്ട്. എന്താ എന്റെ പേര്? ജബ്ബാർ. എന്താ ജബ്ബാർ നായര അല്ല നമ്പൂരി? അവർക്കല്ലേ ജബ്ബാർ എന്നൊക്കെ പേരുണ്ടാവുക. പിന്നെ ആ കാലത്തെ കമൽ സാറിൻ്റെ സിനിമകളിൽ ഇന്നസെൻ്റ് ഏട്ടനും നമുക്കും ഒരു സ്ഥിരം അവിഭാജ്യ ഘടകമായിരുന്നു. അവര് മറ്റേ പെരുവണ്ണാവർത്ത വിശേഷങ്ങളിലുണ്ടായിരുന്നു, പ്രാദേശിക വാർത്തകളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെയ്യുന്ന ഇപ്പോൾ ശുഭയാത്ര എന്ന് പറഞ്ഞൊരു സിനിമ കമൽ സാറ് ചെയ്തിട്ട് ജയറാമേട്ടനും പാർവതിയും ആ സിനിമ കഴിഞ്ഞിട്ടാണ് അവർ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിക്കുന്നത്. ആ സിനിമയിലെ പ്രണയ സീനുകളും പാട്ടുകളിലാണ് അവരുടെ ശരിക്കുള്ള പ്രണയം പുഷ്പിക്കുന്നത്. അപ്പോൾ ശുഭയാത്ര
സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ബോംബെയിൽ ഒരു ദാതയായിട്ടാണ് മാമുക്ക അഭിനയിച്ചത്. ഹഫ്ത പിരിക്കാൻ വരുന്ന ദാതയാണ് മാമുക്ക. മാമുക്കയ്ക്ക് 2 സഹ ഗുണ്ടകളുണ്ട്. അവർ 2 മസിൽമാന്മാരെ ഒപ്പം നടക്കും. മാമുക്ക പോയിട്ട് ഇവരുടെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തും, പൈസ ലാഭവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളവും കാര്യങ്ങളും. ആ 2 ഗുണ്ടകളിൽ ആയിട്ട് അഭിനയിച്ചതിൽ ഒരാൾ ഇപ്പം നിങ്ങൾക്കറിയുന്ന മൻസൂർ അലി ഖാൻ എന്ന് പറയുന്ന തമിഴിൽ പിന്നെ വലിയ നടനായി മാറിയ, നായകനായ, സംവിധാനം, കഥ, തിരക്കഥ, സംഭാഷണം, ക്യാമറ, നൃത്തം എല്ലാം ചെയ്ത് സംവിധാനം ചെയ്ത മൻസൂർ അലി ഖാൻ. शेर खान नीचे आओ, तुम इधर का बड़ा दादा होगा, ये गली से बच्चों से खेलो, हमारा पास नहीं खेलना. മദ്രാസിൽ നിന്ന് അവിടുത്തെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ നിന്ന് ഒരാളെ എടുത്തിട്ടുണ്ട് നമുക്കടെ കൂടെ വരാൻ. പിന്നെ ഇയാളെ ലാസ്റ്റ് മിനിറ്റിൽ എന്താ ചാൻസ് ചോദിച്ചു വന്നതാണ്. അപ്പം അയാളെ കണ്ടപ്പോൾ കമൽ സാറിന് എന്തൊരു ഇഷ്ടം തോന്നിയിട്ട് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ബോംബെയിൽ വന്നു. അപ്പം മാമുക്കയുടെ 2 സൈഡിൽ നിൽക്കുന്ന ഈ 2 ഗുണ്ടകളിൽ ഒരു ഗുണ്ട മൻസൂർ അലി ഖാനാണ്. അപ്പം അന്ന് എല്ലാവരും മൻസൂർ അലി ഖാനെ കളിയാക്കി. എപ്പോഴും ഒരു തീപ്പെട്ടി കമ്പ് ഇങ്ങനെ വായിൽ വെച്ചിട്ട് അതിങ്ങനെ 2 സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്നുവെച്ചാൽ അപ്പം എല്ലാവരും അത് തീപ്പെട്ടി കൊച്ചിനെ വിളിക്കും, തീപ്പെട്ടി കൊള്ളിനെ വിളിക്കുമെന്ന് പറയും ഇയാള്. അപ്പം ഇയാൾ പറയും എന്താണ് എല്ലാവരും എന്നെ ഇങ്ങനെ കളിയാക്കണത്. അപ്പം എന്നോടാണ് സംസാരിക്കുകയും പരാതി പറയുകയൊക്കെ ചെയ്യുക. എന്തെല്ലാവരും എന്നെ ഇങ്ങനെ കളിയാക്കണം. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു ഡയലോഗ് പോലും ഇല്ല, വെറുതെ ഇയാളുടെ പിന്നാലെ നടക്കുകയാണ്. അപ്പം ഞാനൊരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ട്. ഞാനത് നല്ലതാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചല്ലോ. മറ്റയാളെ ശ്രദ്ധിക്കില്ല, മറ്റയാൾ വെറുതെ അങ്ങനെ നടക്കേണ്ട കൂടെ. പക്ഷെ അയാളെ ശ്രദ്ധിച്ചില്ല. നിങ്ങളെ ശ്രദ്ധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനുള്ള എന്ത് തോന്നുന്നുണ്ട്, അതാണ് ആക്ടർക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് ആശ്വസിപ്പിക്കും. അപ്പം പോകാൻ നേരത്ത് വേറെ ആരോടും പുള്ളി യാത്ര പറഞ്ഞില്ല, എന്നോട് മാത്രം വന്നിട്ട് യാത്ര പറഞ്ഞിട്ട് പറഞ്ഞു, തമിഴിൽ വിജയകാന്തിൻ്റെ ഒരു സിനിമ കിട്ടിയിട്ടുണ്ട്, മെയിൻ വില്ലനാ ഞാൻ, അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ഇവരൊക്കെ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ്. ഞാനിത് ആർക്കും കാണിച്ചു കൊടുക്കൊന്നും വേണ്ട, നന്നായി വരട്ടെ. അപ്പം ഞാൻ വിചാരിച്ചാൽ അത് വെറുതെ പറയേണ്ടതെന്നാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം മെയിൻ വില്ലനായിട്ട് അഭിനയിക്കുകയും പിന്നെ തമിഴിൽ അദ്ദേഹത്തിൻ്റെ ഒരു യുഗം ആരംഭിക്കുകയും ചെയ്തു. അപ്പം മാമുക്കയുടെ അസിസ്റ്റൻ്റായിട്ട് വന്ന ആളാണ് അദ്ദേഹം. അപ്പം ആ സിനിമയിൽ മാമുക്ക ഉണ്ട്. അപ്പം അപ്പോഴൊക്കെ ഈ ലെഷർ ടൈമിൽ വർക്കില്ലാത്ത സമയത്തൊക്കെ ഞങ്ങളായിട്ട് സംസാരിക്കുകയും സെറ്റിലെ ഒരു ആളെപ്പോലെ നമുക്ക് ഉണ്ടാവും. ബോംബെയിലൊക്കെ ആയതുകൊണ്ട് വേറെ എവിടെയും പോകാനൊന്നുമില്ല, വേറെ ആൾക്കാർ വരാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങളായിട്ട് എപ്പോഴും സംസാരിക്കും. അങ്ങനെ ഒരു വലിയ അടുപ്പം അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നു. മാമുക്ക അഭിനയിക്കുമ്പോൾ മാമുക്കയുടെ ഒപ്പം അഭിനയിക്കുന്ന ആൾക്കാർക്ക് മാമുക്ക അഭിനയിക്കുകയാണെന്നേ തോന്നില്ല, മാമുക്ക ശരിക്ക് ജീവിക്കുകയാണെന്നേ തോന്നുള്ളൂ. ഇപ്പോൾ തമിഴിൽ നിന്നൊക്കെ വലിയ നടീനടന്മാരൊക്കെ മലയാളത്തിലേക്ക് വരുമ്പോൾ മാമുക്ക അഭിനയിക്കുന്നത് കണ്ടിട്ട് അന്തം വിട്ട് നോക്കിയിരുന്നുണ്ട്. ഇതെങ്ങനെ ഇത്ര നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അത്ഭുതത്തോടുകൂടി നോക്കിയിരുന്നുണ്ട്. അപ്പോൾ സുഹാസിനി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമൂഹം എന്ന് പറഞ്ഞ സത്യേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ അതിൽ മാമുക്ക അഭിനയിക്കുന്നത് കണ്ടിട്ട് അവർ പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു, ഇത്രയും നാച്ചുറലായിട്ട് ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് അവർ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഫോൺ ചെയ്ത ആള് ശബ്ദത്തിന് വല്ല ഇടർച്ചോ പറയലോ ഉണ്ടായിരുന്നു? ശബ്ദം ശരിക്ക് കേൾക്കാനുണ്ടായിരുന്നില്ല. അവിടെ അസുഖമുള്ള ആരെങ്കിലും ഉണ്ടോ? അമ്മക്കോ അമ്മാവനോ? താനൊന്നും മിണ്ടാതിരിക്കും. ദേ അവിടെ എത്തുന്നത് വരെ താൻ കമാന്നൊരു അക്ഷരം മിണ്ടി പോരുത്. ഇല്ലാന്ന്. ഞാൻ എന്താ അത്ര വലിയ പൊട്ടനാ? മനസ്സ് വിഷമിച്ച് പോണ ഒരാളോട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. മാമുക്ക വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് മറ്റുള്ളവരോട് ഇടപഴകിയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ഒരു വിളവും നടക്കില്ല. എന്തെങ്കിലും സൂത്ര തട്ടിപ്പോ ആയിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മാമുക്കയ്ക്ക് അപ്പം മനസ്സിലാവത്, മാമുക്ക അപ്പം പിടിക്കും. കാരണം പച്ചയായ മനുഷ്യരുടെ കൂടെ അങ്ങനെ ജീവിച്ചിട്ടുള്ള ടഫായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പം മാമുക്ക ഞാൻ പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിൽ മാമുക്ക അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിലെ ആ പട്ടാളക്കാർ പുള്ളിയെ സറൗണ്ട് ചെയ്യുന്ന ആ സീനൊക്കെ എപ്പോഴും ക്ലിപ്സൊക്കെ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്. ഇനി നമ്മളറിയാതെ ഇന്നലെ രാത്രി വല്ല പാകിസ്ഥാൻ പട്ടാളത്തെ വന്ന് കൊണ്ടുപോയോ? മാമുക്ക ഒരു ഡയറക്ടേഴ്സ് ആക്ടറായിരുന്നു. ഒരു തലവേദനകളും ഉണ്ടാക്കാത്ത ഒരാൾ. പോകേണ്ട സമയം ഇത്രാം തീയതിയാണ് അദ്ദേഹം പോകേണ്ടത്, നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ദിവസം വരെ
ഒന്നും പറയില്ല. അല്ല എന്നെ വിടണം, എനിക്ക് ഇത്രാം തീയതി പോകണം, അങ്ങനെ ഒന്നും പറയില്ല. ആ പറഞ്ഞ ദിവസം പറഞ്ഞ ടൈമിൽ പുള്ളി പോയിരിക്കും. അത് കഴിഞ്ഞോ കഴിഞ്ഞില്ലെങ്കിലും പോകും. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. കാരണം ആ സമയത്തിന് പുള്ളിനെ വിട്ടില്ലെങ്കിൽ പിന്നെ പുള്ളിനെ കിട്ടില്ല എന്നറിയാം. അത്ര തിരക്കായിരുന്നു അന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പട്ടാളമൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് കാലം അങ്ങനെ നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അപ്പോൾ അതിനിടയിൽ അറിഞ്ഞു അദ്ദേഹത്തിനൊരു ഹാർട്ട് സർജറി ബൈപ്പാസ് ചെയ്തു എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവസാനം നേരിട്ട് കാണുന്നത് തൃശ്ശൂർ സാദിഖിൻ്റെ എത്രയോ സിനിമകൾ തികഞ്ഞതിൻ്റെ, എത്രയോ വർഷം തികഞ്ഞതിൻ്റെ അതിനോടനുബന്ധിച്ചിട്ട് തൃശ്ശൂരത്തെ ഒരു ഫ്രട്ടേണിറ്റി സാദിഖിനൊരു സ്വീകരണം കൊടുത്തിരുന്നു. ലുലു മാളിൽ വെച്ചിട്ടായിരുന്നു. അവിടുത്തെ ലുലുവിൻ്റെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു അതിൻ്റെ പ്രോഗ്രാംസൊക്കെ. അപ്പോൾ ആ പ്രോഗ്രാമിന് ഞാൻ ചെന്നപ്പോൾ അവിടെ വെച്ചാണ് മാമുക്കാനെ ഞാൻ അവസാനമായിട്ട് കാണുന്നത്. ഞങ്ങളന്ന് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഈ ഇടക്കാലത്തുണ്ടായ കാര്യങ്ങൾ, കുടുംബത്തെ കാര്യങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. പിന്നെ നേരിട്ട് ഇപ്പോൾ ഹെൽത്തൊക്കെ പെർഫെക്റ്റാണ്, ഒരു കുഴപ്പമില്ല, സർജറി കഴിഞ്ഞതിന് ശേഷം എല്ലാം ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പിരിഞ്ഞാണ്. പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്നസെൻ്റ് ഏട്ടൻ മരിച്ചു. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ മരിച്ചപ്പോൾ ഞാൻ അവിടെയൊക്കെ മാമുക്കാനെ നോക്കി. പക്ഷെ മാമുക്കാനെ കണ്ടില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ആയിട്ട് ഇരിക്കുമായിരിക്കുമോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു. പക്ഷേ പുള്ളി ചിലപ്പോൾ ഇരിഞ്ഞാലക്കുട വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നസെൻ്റ് ഏട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ വിദേശത്ത് എവിടെയോ പോയി, ദുബായിലോ മറ്റോ ആയിരുന്നു. അപ്പോഴാണ് അധികം വൈകാതെ മാമുക്കയും പോയി എന്ന് അറിയുന്നത്. അപ്പം അന്ന് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. ശരിക്കും എന്തൊരു അത്ഭുതമാണ്. ഈ ഇന്നസെൻ്റ് ഏട്ടനും മാമുക്കയും ജീവിതത്തിലെ പാർട്ട്നേഴ്സിനെ പോലെ സിനിമയിലെ പാർട്ട്നേഴ്സായിരുന്നു. രണ്ടുപേരും ഇണപിരിയാതെ ആണ് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ആ ഒരാൾ മരിച്ചാൽ അധികം വൈകാതെ തന്നെ മറ്റാളും മരിച്ചു. മാമുക്കയ്ക്കും ഒന്നും മരിക്കേണ്ട അങ്ങനെ ഒരു പ്രായമൊന്നും ആയിട്ടില്ലേ. ഇന്നസെൻ്റ് ഏട്ടന് 75 വയസ്സായിരുന്നു. മാമുക്കയ്ക്ക് അത്ര ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നണം. ഇന്നസെൻ്റ് ഏട്ടനേക്കാൾ ഇളയതാണ്. ഒരു വല്ലാത്ത നഷ്ടമാണ്. അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ഇപ്പോൾ നഷ്ടബോധത്തോടു കൂടി ഓർക്കാനേ നമുക്ക് കഴിയുള്ളൂ.